ഹായ് ഹലോ നമസ്കാരം. AFPTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് CASF കോൺസ്റ്റബിളിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 3/2/2025 ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് 4/3/2025. അപ്പം ഓൾമോസ്റ്റ് ഒരു മാസത്തോളം അപേക്ഷിക്കാനുള്ള കാലാവധി ഉണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്തരത്തിലൊരു ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, റിട്ടൺ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, മെഡിക്കൽ എക്സാം, ഇത്തരത്തിലുള്ള ഒരു തലത്തിലേക്കാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇനി എത്രയൊക്കെ വേക്കൻസീസ് ഏതൊക്കെ പോസ്റ്റിലേക്കുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് 845 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പമ്പ് ഓപ്പറേറ്റർ, ഫയർ ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്ക് 279 ഒഴിവുകളാണുള്ളത്. അങ്ങനെ ടോട്ടൽ 1124 ഒഴിവുകളാണ് ഉള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത്യാവശ്യം ഒഴിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏജ് ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ, 21 വയസ്സിനും 27 വയസ്സിനും ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷനും OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, 10th പാസ്സാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ, അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നിവയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൈസൻസ് എല്ലാം മിനിമം 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ ഒരു ലൈസൻസ് കയ്യിൽ കിട്ടി ഏകദേശം 3 വർഷമെങ്കിലും കഴിയാതെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹൈറ്റ് ഏകദേശം 167 സെൻറ്റിമീറ്ററാണ്. ചെസ്റ്റ് 80 സെൻറ്റിമീറ്ററാണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ. ST ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റും 76 സെൻറ്റിമീറ്റർ ചെസ്റ്റും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 800 മീറ്റർ റണ്ണ് 3 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ലോങ് ജമ്പ് 11 ഫീറ്റ് 3 ചാൻസസ് തരും. അതിലേതെങ്കിലും ഒരു ചാൻസിൽ അത് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ജമ്പ് 6 ഇഞ്ച്, അതിലും 3 ചാൻസസ് തരും. അതിലേതെങ്കിലും ഒരു ചാൻസസിൽ കവർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഒരു എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനറൽ നോളേജ് വിഭാഗത്തിൽ നിന്നും 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. എബിലിറ്റി ടു ഒബ്സർവ് ഡിസ്റ്റിങ്ക്വിഷ് എന്ന കാറ്റഗറിയിൽ നിന്നും 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ബേസിക് നോളജ് ഓഫ് ഹിന്ദി ഓർ ഇംഗ്ലീഷ്, അതിൽ നിന്നും 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിലബസും പാറ്റേണും എന്നൊക്കെ പറയുന്നത്. ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം ഒരു മാസത്തോളം ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമുണ്ട്. പക്ഷേ എന്നാലും അത്രയും വെയിറ്റ് ചെയ്യാതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ AFPTയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. CASF, RPF, SSC GD 2025, അഗ്നിപത്ത് 2025, വിമൻ മിലിറ്ററി പോലീസ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി, മിലിറ്ററി തുടങ്ങിയിട്ടുള്ള എല്ലാ യൂണിഫോംഡ് ജോബിനും ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ക്ലാസ്സുകൾ AFPTയുടെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾക്ക് ഡെയിലി ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വീക്കെൻഡ് ബേസിസിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ AFPTയുടെ പത്തനംതിട്ടയിലെ ഇലവൻതിട്ടയിലുള്ള റെസിഡൻഷ്യൽ ബാച്ചിൽ നിന്ന് പഠിച്ച് നിങ്ങളുടെ +2 പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു യൂണിഫോം ജോലി സ്വന്തമാക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പം ഇത്തരത്തിൽ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യുക.